Hello students, today we are discussing interference by a plane film. You are already familiar with planes of different thicknesses. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഹെയറിൻ്റെ യൂഷ്വലി ഹെയറിൻ്റെ തിക്നെസ് ഇറ്റ്സ് ഇൻ ദി റേഞ്ച് ഓഫ് 10 to 50 മൈക്രോമീറ്റേഴ്സ്. സോ തിൻ ഫിലിം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കം അക്രോസ് ചെയ്യുന്ന എല്ലാ പ്ലെയിൻസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഡിഫറെൻറ്റ് തിക്നെസ്സസ് ഉണ്ടാവും അല്ലേ. നമ്മൾ എന്താണ് തിൻ ഫിലിം എന്ന് പറയുന്നത്? തിൻ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലെയിൻ ഫിലിംസ് ഓഫ് തിക്നെസ്സസ് 0.5 മൈക്രോമീറ്റർ ടു 10 മൈക്രോമീറ്റർ റേഞ്ചിലുള്ള ഏതൊരു ഫിലിം ഓഫ് തിക്നെസ്സിനെയും നമ്മൾ തിൻ ഫിലിം എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ എ ഫിലിം ഓഫ് തിക്നെസ് in the range 0.5 micrometer to 10 micrometer, we call it as a thin film. Thin filmൻ്റെ കേസിലെ ഇൻ്റർഫറൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Before going to discuss the interference by a plane film, we have to consider division of amplitude interference. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ division of wavefront ഇൻ്റർഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻ്റർഫറൻസ് ആണ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇതാണൊരു തിൻ ഫിലിം എന്ന് പറയുന്നത്. ദിസ് ഈസ് എ തിൻ ഫിലിം ഓഫ് തിക്നെസ് ടി. ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് നമ്മുടെ ഇൻസിഡൻറ്റ് വേവാണിത്. നമ്മളൊരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് വേവാണിത്. അത് നമ്മുടെ ടി തിക്നെസ്സുള്ള തിൻ ഫിലിമിലൂടെ പാർട്ട് ഓഫ് ഇറ്റ് goes reflected, part of it transmit to the interior of the thin filament, reflected back. So namukku we have an upper surface and a lower surface. So this type of രണ്ട് waves ഉണ്ടാവുമല്ലോ നമ്മൾ റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ നമ്മളെ പുറത്തേക്ക് വരുന്ന ഈ രണ്ട് വേവ്സും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് interference we call it as division of amplitude wave interference. So in this class the amplitude of the wave is divided into two, either by partial reflection or refraction. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടൽ ആയിട്ടുള്ള വേവിനെ നമുക്ക് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡുള്ള വേവ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു ബൈ പാർഷ്യൽ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ. ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർപോസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ട്. സോ വി ഹാവ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റീജിയൻസ് ആഫ്റ്റർ സൂപ്പർപൊസിഷൻ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കും. സോ എങ്ങനെയാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്? ദ ഡിവൈഡഡ് പാർട്ട്, നമ്മൾ ഡിവൈഡ് ചെയ്ത രണ്ട് പാർട്ടുകളുണ്ട് അല്ലേ. ദ ഡിവൈഡഡ് പാർട്സ് ട്രാവൽ ഡിഫറെൻറ്റ് പാർട്സ്. അത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ട്രാവൽ ചെയ്യുകയും ഫൈനലി ബ്രോട്ട് ടുഗെദർ ടു പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. നമ്മൾ സെയിം അല്ല ഇവരുടെ പാത്ത് ലെങ്ത് എന്ന് നോട്ട് ചെയ്യണം. കാരണം അപ്പർ സർഫസിലുള്ള വേവ് സഡനായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ലോവർ സർഫസിലാവട്ടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഇതൊരു എക്സ്ട്രാ ഒരു ലെങ്ത് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ദി ഡിവൈഡഡ് പാർട്സ് ട്രാവൽ ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഫൈനലി ബ്രോട്ട് ടുഗെദർ ടു പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർഫറൻസ് ഇസ് നോൺ ആസ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻ്റർഫറൻസ്. സോ മൊത്തത്തിൽ ഇതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് ബൈ എ പ്ലെയിൻ ഫിലിം എന്ന് പറയുന്നത്. അതെന്താണ്? ഇറ്റ് ഈസ് ഇൻ്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ. So when a plane film അല്ലെങ്കിൽ plane wave is incident on a thin film of thickness T, for example thin filmൻ്റെ ഒരു എക്സാമ്പിളാണ് ഫിലിം ഓഫ് ഓയിൽ സ്പ്രെഡ് ഓൺ വാട്ടർ സർഫസ്. ഒരു വാട്ടർ സർഫസിൽ ഓയിൽ മിക്സ് ചെയ്താലുണ്ടാകുന്ന ആ ഒരു ഫിലിം ഓഫ് അല്ലെങ്കിൽ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ ഓയിൽ മിക്സ് ആയാൽ, അല്ലെങ്കിൽ ഒരു സോപ്പ് ഫിലിം, നമ്മളൊരു സോപ്പ് വാട്ടറും മിക്സ് ആയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ബബിൾസ് നിങ്ങൾ കാണുമല്ലോ, കളേർഡ് ആയിട്ടുള്ള ബബിൾസ് നിങ്ങൾ കാണും. ആ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ആ ഒരു റീജിയൻ്റെ തിക്നെസ് ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് 0.5 മൈക്രോമീറ്റർ ടു 10 മൈക്രോമീറ്റർ. സോ വി കോൾ ഇറ്റ് ആസ് തിൻ ഫിലിംസ്. സോ ഇത്തരത്തിലുള്ള ഒരു തിൻ ഫിലിംസിൻ്റെ മുകളിലാണ് നമ്മളെ ലൈറ്റ് വേവ് പാസ് ചെയ്യുന്നത്. When a plane wave is incident on a thin film of uniform thickness,
then the waves reflected from the upper surface interfere with the wave reflected from the lower surface. Depending upon the path differences of the two interfering waves, we will get brightness or darkness. So നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്ത് ലെങ്ത് ഉണ്ടാവും അല്ലേ, പാത്ത് ലെങ്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും പാത്ത് ലെങ്തിൽ ഒരു ഡിഫറൻസ് ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ അപ്പർ സർഫസിലും ലോവർ സർഫസിലുള്ള വേവ്സ് ടു ഡിഫറെൻറ്റ് പാത്താണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസസ് ഡിഫറെൻറ്റ്. അപ്പം ട്രാവൽ ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഈ ഫേസ് ഡിഫറൻസ് ഒക്കെ കാരണം നമുക്ക് എന്താണ് ലഭിക്കുക, ഒരേ സമയം നമുക്ക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റീജിയൻസ് ഈ ഒരു മൊത്തത്തിലുള്ള റീജിയനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ പുറത്തേക്ക് നമുക്ക് എന്താ കിട്ടുക, ഇൻറ്റർഫറൻസ് പാറ്റേൺ ആണ് ലഭിക്കുക. സോ മൊത്തത്തിലുള്ള ഒരു ഇൻറ്റർഫറൻസ് ബൈ പ്ലെയിൻ ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു അപ്പർ സർഫസും ഉണ്ടാവും, ലോവർ സർഫസും ഉണ്ടാവും. ഈ അപ്പർ സർഫസിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റും ലോവർ സർഫസിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റും തമ്മിൽ സൂപ്പർപോസ് ചെയ്തിട്ടാണ് നമുക്ക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഇൻറ്റർഫറൻസ് ഫ്രിഞ്ചസ് ലഭിക്കുന്നത്. ഓക്കെ, now let us discuss normal incidence of light on a plain film. To create such an arrangement, we have one mirror G which is kept 45 degree inclination. 45 degree inclined ആയിട്ടുള്ള ഒരു മിറർ നമ്മൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് we have a monochromatic source of light S. The light from the source is traveling to the mirror which is inclined at an angle of inclination 45 degree. We also have a thin transparent film of thickness T and refractive index mu kept in air. അതൊരു എയറിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. A plane wave from a monochromatic light of wavelength lambda is falling normally എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 90 degree. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മിററിൻ്റെ മുകളിലേക്ക് പതിക്കുന്നത്. സോ പ്ലെയിൻ വേവ് ഫ്രം എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇസ് ഫോളിങ് നോർമലി ഓൺ ദ ഫിലിം ആഫ്റ്റർ റിഫ്ലക്ഷൻ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി പറയാം. എ പ്ലെയിൻ വേവ് ഫ്രം എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇസ് ഫോളിങ് normally on the film after reflection from a mirror G placed at an angle 45 degree with respect to the film. നമ്മൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കെപ്റ്റ് ചെയ്തിട്ടുള്ള G എന്ന മിറർ ഉണ്ടല്ലേ, ഇതിലേക്കാണ് ഫസ്റ്റ് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഈ ലൈറ്റ് വേവ്സ് ദേ ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ആൻഡ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദി പ്ലെയിൻ ഫിലിം ഓഫ് തിക്നെസ് T. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. സോ ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ wave reflected from the lower surface travel an additional optical path of 2 mu t. അതിനു മുമ്പ് എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് എന്ന് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഡെഫിനിഷൻ കൊടുക്കാം. ഒപ്റ്റിക്കൽ പാത്ത് ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ജിയോമെട്രിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. സോ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഇൻ ടു എന്താണ് ജിയോമെട്രിക്കൽ ഡിസ്റ്റൻസിനെ നമുക്ക് എസ് എന്ന് തൽക്കാലം വിളിക്കാം. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഡിഫറൻസ് ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ചുള്ള മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുക. ആ ഒരു ലെങ്തിനെ നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് multiplied by the geometrical distance traveled. So in this case the normally incident waves are traveling from the upper surface to the lower surface. So the waves reflected from the lower surface they are traveling an extra distance of 2 mu t അല്ലേ, 2 mu t. കാരണം 1 mu t ഡിസ്റ്റൻസ് നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ
ഇതാണ് എന്ത് മ്യൂ ആണ് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഒരു ലെങ്ത് ടി ആണ്. സോ ഇതിലേക്ക് ഈ ഒരു അപ്പർ സർഫസിൽ നിന്ന് ലോവർ സർഫസിലേക്ക് ഈ രീതിയിൽ പോകാനുള്ളത് മ്യൂ ടി ഡിസ്റ്റൻസ് പ്ലസ് ഇത് തിരിച്ച് അപ്പർ സർഫസിലേക്ക് എത്താനുള്ള ഒരു മ്യൂ ടി ഡിസ്റ്റൻസ്. സോ മ്യൂ ടി പ്ലസ് മ്യൂ ടി ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി. സോ it is clear that the wave reflected from the lower surface travels an additional optical path of 2 mu t to join the wave reflected from the upper surface. Also, we have to consider the law of reflection. എന്താണ് law of reflection? ഒരു നോർമലി ഇൻസിഡൻ്റ് ആണ് നമ്മളെ വേവ് എങ്കിൽ എന്താണ് അത് സെയിം പാത്തിലൂടെയാണ് റിഫ്ലക്റ്റിംഗ് ബാക്ക്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് തരുള്ളൂ. ഏതൊരു പ്ലെയിനിലായിക്കോട്ടെ, ഏതൊരു മിററിലായിക്കോട്ടെ 90 ഡിഗ്രിയാണ് നമ്മുടെ വേവ് ലൈറ്റ് പതിക്കുന്നത് എങ്കിൽ, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എങ്കിൽ സെയിം പാത്തിലൂടെ ആയിരിക്കും നമ്മളെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. സോ ഹിയർ ദ ലൈറ്റ് ഇസ് ഇൻസിഡൻറ്റിങ് normally on the film and it is reflecting back. Okay, also the film is placed in air. We know that the film is placed in air. Then the wave reflected from the upper surface of the film, it is clearly shown in the figure. The film will undergo a sudden change. The light reflected from the upper surface in എന്താണ് ഉണ്ടാകുന്നത്? ഒരു സഡൻ ചേഞ്ചിൻ പാത്താണ് ഉണ്ടാകുന്നത് അല്ലേ. സഡൻ ചേഞ്ചിന് അപ്പം ഒരു 5 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ഷിഫ്റ്റാണ് ഈ അപ്പർ സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിന് ഉണ്ടാകുന്നത്. സോ ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ്സ് റിഫ്ലക്റ്റിംഗ് ബാക്ക് അറ്റ് ദി അപ്പർ സർഫസസ് പൈ അല്ലേ. സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടൊരു റിലേഷനാണ് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π ഇൻറ്റു phase difference. Okay, this is the expression or relation between the path difference and phase difference of two light. അപ്പോൾ നമ്മളെ കേസിൽ അപ്പർ സർഫസിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സഡൻ ചേഞ്ച് ഇൻ ആംഗിൾ ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് പൈ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. അതുകൊണ്ട് തന്നെ പാത്ത് ഡിഫറൻസ് ഓഫ് ദി അപ്പർ സർഫസിലുള്ള വേവിൻ്റെ പാത്ത് ഡിഫറൻസ് എന്താണ്? പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു λ/2π. അതിൻ്റെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് പൈ. സോ ഇറ്റ് ഈസ് പൈയും പൈയും ക്യാൻസലായി λ/2 ഉണ്ടാവും. ഓക്കെ, ഓൾസോ ദ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം ദി ലോവർ സർഫസ് നമുക്കറിയാം അതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്താണ്? ഒറിജിനൽ വേവിൽ നിന്നും അതിനുണ്ടാകുന്ന എക്സ്ട്രാ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2 mu t ആണ് അല്ലേ. സോ നമ്മൾ എഫക്റ്റീവായിട്ടുള്ള പാത്ത് ഡിഫറൻസിനെ ലെറ്റ് us call it as ഡെൽറ്റ. നമുക്ക് ഡെൽറ്റ എന്ന് വിളിക്കാം. എഫക്റ്റീവ് പാത്ത് ഡിഫറൻസസ് 2 mu t in this direction and 1 λ/2 by the upper surface. So effective path difference we can write it in this way. ഡെൽറ്റ എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെൽറ്റ is the effective path difference between the two waves. ഇൻ്റർഫറൻസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് പാത്ത് ഡിഫറൻസ് ഇസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ദ ഫിലിം അപ്പിയേഴ്സ് ടു ബി ബ്രൈറ്റ് അല്ലേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ലഭിക്കണമെങ്കിൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡൊക്കെ മാക്സിമം ആവുന്ന കേസ് എപ്പോഴാണ്? ഇഫ് ദി പാത്ത് ഡിഫറൻസ് ഇസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ആൻഡ് ലാംഡ പാത്ത് ഡിഫറൻസ് ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചസ് ലഭിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ടുള്ള റീജിയൻ ലഭിക്കും. സോ ലെറ്റ് us പുട്ട് ദിസ് n lambda is equal to 2 mu t minus λ/2 ആണ് നമ്മളെ തിൻ ഫിലിമിൻ്റെ കേസിലെ എഫക്റ്റീവ് പാത്ത് ഡിഫറൻസ്. ഇഫ് ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈസ് വി വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ഫ്രിഞ്ച് ദർ. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയനാണ് നമുക്ക് ലഭിക്കുക. ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2 mu t is equal to n plus half lambda. ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്തതാണ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഗെറ്റിംഗ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓർ constructive interference in the case of a plain thin films where n is from 1, 2, 3 etc. So this is the condition for constructive interference or bright fringes. Now let us consider the destructive interference in the case of a plain film.
If the path difference is an odd integral multiple of lambda by 2, the film appears to be dark. So the condition for darkness or dark fringes അല്ലെങ്കിൽ മിനിമം ഇൻറ്റൻസിറ്റി റീജിയൻ ലഭിക്കാനുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. ഇറ്റ് ഇസ് n plus half അല്ല, ഇറ്റ് ഇസ് 2n plus 1 lambda by 2 ആണ്. നമ്മളിത് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞത്. ഇതാണ് ഇൻറ്റർഫറൻസ്. ഏതൊരു ഇൻറ്റർഫറൻസ് ആയിക്കോട്ടെ, ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മിനിമം ലഭിക്കാനുള്ള കണ്ടീഷൻ ഫോർ പാത്ത് ഡിഫറൻസ് ഈ 2n plus 1 ഓഡ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആണെങ്കിൽ വി വിൽ ഗെറ്റ് ഡാർക്ക്നെസ് ദെയർ. സോ നമ്മളെ കേസിൽ ഡെൽറ്റ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് 2μt മൈനസ് ലാംഡ ബൈ 2 ആണ്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദെൻ വാട്ട് വി വിൽ ഗെറ്റ്? 2μt minus lambda by 2 is equal to 2n plus 1 lambda. So this is the condition for destructive interference or darkness. So നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ we will get 2μt is equal to n plus 1 lambda എന്ന് കിട്ടും. വേർ n is from 0, 1, 2, 3 etc. നേരത്തെ നമ്മൾ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ്സിൽ 0 ആഡ് ചെയ്യണം കേട്ടോ. 0, 1, 2, 3 കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിങ്ങളോട് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ് ആൻഡ് ഡാർക്ക്നെസ് ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിൻ ഫിലിം, ഇൻ്റർഫറൻസ് ബൈ പ്ലെയിൻ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസും ഡിറൈവ് ചെയ്ത് കൊടുക്കണം. പ്ലസ് നമ്മൾ എൻ്റെ റീജിയനും എഴുതി, n വാരിയിങ് ഫ്രം 0, 1, 2, 3 etc. എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്.